വീണ്ടെടുത്ത പാരീസിലെ നോത്രീദാം കത്തീഡ്രൽ വീണ്ടും സന്ദർശകർക്കായി തുറന്നു. 2019 ഏപ്രിൽ 15-നാണ് നോത്രീദാമിന് തീപിടിച്ചത്. 5 വർഷം 500ഓളം മനുഷ്യർ നിരന്തരം പണിയെടുത്ത ആ പള്ളിയെ വീണ്ടെടുത്തു. ഏതാണ്ട് 7,584 കോടി രൂപയാണ് ഇതിനായി ഫ്രാൻസ് ചെലവാക്കിയത്. 3,40,000 പേർ പല തുകകൾ സംഭാവനയായി നൽകി. തീപിടിക്കും മുമ്പ് ഒരു വർഷം 1,30,00,000 പേരാണ് നോത്രീദാം സന്ദർശിച്ചിരുന്നത്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ സീൻ നദിയുടെ നടുവിലുള്ള ചെറുദ്വീപിൽ ഉയർന്നു നിൽക്കുന്നു ഈ കത്തീഡ്രൽ. ഏതാണ്ട് 8 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ക്രിസ്തുവിന്റെ അമ്മ മറിയത്തിന്റെ പേരിലുള്ളതാണ് ഈ പള്ളി. 1163-ൽ നോത്രീദാമിന്റെ പണി തുടങ്ങി. പൂർത്തിയായത് 1345. മധ്യകാല ഗോഥിക് വാസ്തുവിദ്യയുടെ മകുടോദാഹരണങ്ങളിലൊന്ന്. ചുണ്ണാമ്പുകല്ലും തടിയും ഇരുമ്പും ഈയവുമായിരുന്നു പ്രധാന നിർമ്മാണ വസ്തുക്കൾ. സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോയുടെ 1831 ഇറങ്ങിയ നോത്രീദാമിലെ കൂനൻ എന്ന നോവലിൽ ഈ പള്ളിയുണ്ട്. 1804-ൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ചക്രവർത്തി പട്ടമണിഞ്ഞത് ഈ ദേവാലയത്തിൽ വെച്ചാണ്. ക്രിസ്തുവിനെ അണിയിച്ചതെന്ന് വിശ്വസിക്കുന്ന മുൾക്കിരീടം ഉൾപ്പെടെ അപൂർവ വസ്തുക്കൾ പലതുണ്ടിവിടെ. 2019-ലെ തീപിടുത്തത്തിൽ അവയൊന്നും നശിച്ചില്ല. ഫിലിപ്പ് വിലെനു എന്ന വാസ്തുശില്പിയുടെ നേതൃത്വത്തിലാണ് പഴമയുടെ തനിമയോടെ തടിയിൽ തന്നെ നോത്രീദാം പുനരുദ്ധരിച്ചത്.